ഹായ് ഓൾ, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് നോക്കാം. ഫസ്റ്റ് കാണിക്കുന്നത് പ്രകാശൻ്റെ മറ്റേ ആദ്യത്തെ ഭാര്യേൻ്റെ സീനാണ്. അതായത് പറഞ്ഞാൽ അവർ പറയാണ്, എനിക്ക് ജനിക്കുന്നത് ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കണേ എന്ന് അവർ പറയാണ്. എനിക്ക് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊന്നും ആഗ്രഹിക്കുന്ന പോലെ കാര്യം നടന്നില്ലെങ്കിൽ അത് നിങ്ങൾ മുളയിലേ നുള്ളുമല്ലോ. ഇത്രയും നാൾ തീ തിന്നാ കഴിഞ്ഞത്, ഇനി വയ്യ. പ്രകാശനും പ്രകാശൻ്റെ അമ്മയും ഒരുപോലെ ഞെട്ടുകയാണ് അവരുടെ വർത്തമാനം കേട്ടിട്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞ് ജനിക്കുകയും ചെയ്യും, ഞാൻ അതിനെ വളർത്തുകയും ചെയ്യും. പ്രകാശൻ ദേഷ്യം പിടിച്ചു പോയി. നീ വളർത്തുവേടി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അമ്മ ഇടയിൽ കയറിയിട്ട്, അയ്യോ പ്രകാശ, ഒന്നും ചെയ്യരുത്. പ്രകാശ, നീ വെറുതെ ആവേശം കാണിച്ചിട്ട് ഒന്നും ചെയ്യണ്ട. ഞാനിവളെ കാര്യങ്ങൾ പറഞ്ഞ് സാവകാശം മനസ്സിലായിക്കൊള്ളാം. കുഞ്ഞിനെ കളയുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ അത്തരം ഉപദേശങ്ങൾ എനിക്ക് കേൾക്കണ്ട. കുഞ്ഞിനൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെയും കൊല്ലാം, അല്ലാതെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ ജീവിക്കുമെന്ന് കരുതണ്ട. ഞാനെന്താ അമ്മേ വേണ്ടത്? നീ എടുത്തുചാടി ഒന്നും തീരുമാനിക്കല്ലേ പ്രകാശ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമൊക്കെ ഇല്ലേ? പെട്ടെന്നൊരു കുഞ്ഞിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരമ്മയ്ക്കും സഹിക്കില്ല. അത് ഇതിലും നല്ലത് മൃഗമായിട്ട് ജനിക്കുമായിരുന്നു. അതാകുമ്പോൾ ആണായാലും പെണ്ണായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നീ കൂടുതൽ സംസാരിക്കല്ലേ ലക്ഷ്മി. ഞാൻ അമ്മയുടെ വാക്കൊന്നും ഞാൻ കേൾക്കില്ല. നാട്ടു നടപ്പ് അനുസരിച്ചേ എനിക്ക് പറ്റൂ. പെൺകുട്ടികൾ ഇവിടെ ജനിക്കാൻ പാടില്ല. പ്രകാശൻ കൈ ഉയർത്തി പറയാണ്. ഇവിടെ ജനിച്ചതുകൊണ്ടാണ് പ്രകാശേട്ടൻ കേൾക്കുന്നത്. പെൺകുട്ടികൾ ജനിച്ചപ്പോഴേ അവരെ കൊല്ലണം എന്ന് പറയുന്ന കാര്യം മാത്രമാണ് പ്രകാശേട്ടൻ കേൾക്കുന്നത്. അതിപ്പോൾ പ്രകാശേട്ടൻ മാത്രമല്ല, ഈ പ്രദേശത്ത് ജീവിക്കുന്ന മറ്റ് അനവധി ആൾക്കാരും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ആണെന്നും പെണ്ണെന്നുള്ള വേർതിരിവൊന്നുമില്ല. ഇങ്ങനെ ഒരു പ്രാകുന്ന ലോകം ഇവിടെ മാത്രമേ ഉള്ളൂ. മിണ്ടരുത് നീ. ഒരു ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയെ എനിക്ക് വേണ്ടടി. എന്നാൽ പിന്നെ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. പ്രകാശ, നീ ഇങ്ങോട്ട് വാട പ്രകാശ. ഇവിടെ തന്നെ നീ നിന്നാൽ ഇനിയും നിൻ്റെ രക്തം തിളക്കും. പിന്നെ നീ മഹാപാപം ചെയ്തെന്ന് വരും. എടാ വാടാ, ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരാൻ പ്രകാശൻ്റെ അമ്മ എങ്ങനെയല്ലോ അവരെ പിടിച്ചിട്ട് പുറത്താക്കി. പ്രകാശനെ ഡ്രൈവറാക്കിയിട്ട് അവൾ ഇപ്പുറത്തിരുന്നിട്ട് ഇതൊക്കെ ആലോചിക്കുകയാണ് കഴിഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ അവർക്ക് പ്രസവവേദന വന്നു. അതിനുശേഷം കാണിക്കുന്നത് അവർക്ക് പ്രസവവേദന വന്ന് കരയുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രകാശനും അമ്മയും ഒക്കെ ഇറങ്ങിയിട്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ വയറ്റാട്ടി പറയുകയാണ്, പെൺകുഞ്ഞാണ്, അതാ ഇത്രയും വേദന ഉള്ളത്. കരയാതെ കരയാതെ, നീ കരയാതെ. പുറത്തു നിന്ന് അമ്മയ്ക്കും മോനിക്കും ഭയങ്കര ബേജാറും വിഷമവും ആകുകയാണ്. അപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് പ്രകാശ്. അപ്പോൾ അമ്മ പറയാണ്, മോനെ വയറ്റാട്ടിമാർക്കും തെറ്റാറുണ്ട്. ചിലപ്പോൾ പെൺകുഞ്ഞിൻ്റെ സ്ഥാനത്ത് ആൺകുഞ്ഞാണെങ്കിലോ. അങ്ങനെ അവർ പ്രസവിച്ചു. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ പറയാണ്, ആണായിരിക്കും അമ്മേ, ആണായിരിക്കും. അവർ വയറ്റാട്ടി പുറത്ത് വന്നിട്ട് പറയാണ്, അതേ, എനിക്ക് തെറ്റാറില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞത് തെറ്റാറില്ല. ആൺകുഞ്ഞല്ല, പെൺകുഞ്ഞ് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെൺകുഞ്ഞാണ്. എന്താ വേണ്ടത്? കൊണ്ടുവന്ന് കയ്യിൽ വെച്ച് തരട്ടെ? അപ്പോൾ പ്രകാശൻ്റെ അമ്മ, അയ്യോ വേണ്ട, അമ്മ വാ എന്ന് പറഞ്ഞ് പ്രകാശൻ അകത്തേക്ക് ഓടിക്കയറുകയാണ്. ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഈ നാട്ടിലെ കാര്യം അറിയാലോ. എല്ലാവരും അവരുടെ അടുത്ത് വന്നിട്ടാണുള്ളത്, കുട്ടിനെയും അവളെയും കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അമ്മയും കുഞ്ഞും ഇനി പുറത്തിറങ്ങണ്ട. പ്രകാശൻ ആ ഓർമ്മയിൽ വണ്ടീൻ്റെ ബ്രേക്ക് ചവിട്ടി. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്താ? അത് ഭയങ്കര കുഴി മേഡം. ആ കുഴി ശ്രദ്ധിക്കാതെ പോയതാണെങ്കിൽ അതിലായി പോകുമായിരുന്നു. മേഡം ഇടയ്ക്ക് ഉറങ്ങിപ്പോയായിരുന്നോ? ചെറിയൊരു മഴക്കം. നല്ല ഡ്രൈവിംഗ് പ്രകാശൻ്റെ, അതുകൊണ്ടായിരിക്കും. താങ്ക് യു. എല്ലാവരും അങ്ങനെ പറയാറുണ്ടായിരുന്നു മേഡം. എന്നാൽ പോകാം. അമ്മയും മകനും കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ തന്നെ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങി. എന്നിട്ട് കുഞ്ഞിനെ ഒരു ഭാഗത്ത് ഇട്ടിട്ട്, അതായത് പ്രകാശൻ പറഞ്ഞു, അതാ അമ്മ അവിടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ വെച്ചിട്ട് അമ്മ പറയാണ്, എടാ ഇതിപ്പോൾ കുട്ടിയെ ഇല്ലാണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലടാ. അമ്മേ, നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ അമ്മേ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യം അധോഗതിയാവും. കുഴപ്പമില്ല, നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാം. പ്രകാശൻ അമ്മയോട് പറയാണ്. എടാ പ്രകാശ, വല്ല തെരുവ് നായ്ക്കളും വന്ന് അതിനെ കടിച്ച് കീറത്തില്ലേടാ? ഒന്നും സംഭവിക്കില്ല അമ്മേ. ആ കുഞ്ഞിനെ ദൈവം കാത്തോളൂ. നോക്ക്, അതിനകത്തല്ലേ ഇട്ടിരിക്കുന്നത്. കാറ്റും മഴയും ഒന്നുമില്ല. അതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളും. ചവറൊക്കെ വരാൻ വരുന്ന ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളും. വാ അമ്മേ, പോകാം അമ്മേ, ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം അമ്മേ. അന്ന് ആ പഴയ ഗ്രാമത്തിൽ അന്ധവിശ്വാസികൾ കുടിയേറിപ്പാർക്കുന്ന ആ ഗ്രാമത്തിൽ കല്യാണം കഴിച്ചു കൂടിയ പ്രകാശന് അന്ന് തൊട്ട് വേരുറച്ച് പോയതാണ് പെൺകുട്ടികളുടെ വെറുപ്പ്.
ആ വെറുപ്പ് ഉപബോധ മനസ്സിൽ കുടിയേറിപ്പാർത്തപ്പോൾ അങ്ങനെ അയാൾക്ക് ഇന്നും പെൺകുട്ടികളോടുള്ള മനോഭാവം മാറിയിട്ടില്ല. അങ്ങനെ പ്രകാശൻ വണ്ടി നിർത്തി അവരെ നോക്കിയപ്പോൾ അവർ ഉറങ്ങുകയാണ്. അപ്പോൾ ഉറക്കിൽ തന്നെ അവർ ചിന്തിക്കുകയാണ്, ആ കുഴിയിൽ വീണ ഞാൻ മരിച്ചില്ലടോ, എനിക്ക് ദൈവം ആയുസ് നീട്ടിത്തന്നു. അവരെ ഉറക്കത്തിൽ നിന്ന് പ്രകാശൻ വിളിച്ചു, മേഡം നമ്മളെത്തി, ഉറങ്ങിപ്പോയി അല്ലേ? അവർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഉറങ്ങിയതല്ല, തൻ്റെ വീരപരാക്രമങ്ങൾ ഓർത്തതാ. ഉറങ്ങിപ്പോയി, അത്രയ്ക്ക് സ്മൂത്തായിരുന്നു തൻ്റെ ഡ്രൈവിംഗ്. നമ്മളിപ്പോൾ ഒരുപാട് ദൂരം താണ്ടി കടൽ തീരത്തെത്തി. ഇപ്പോൾ എന്താ ചെയ്യണ്ടേ? വണ്ടിയിൽ നിന്നും ഇറങ്ങി കടപ്പുറത്തോട്ടേക്ക് നടക്കുന്നതിനിടയിൽ പറയാണ്, എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ ഡ്രൈവിംഗ്. യാത്ര അറിഞ്ഞതേയില്ല. കാറിനെയും റോഡിനെയും നോവിക്കാതെയാണ് നിങ്ങൾ വണ്ടി ഓടിച്ചത്. മേഡം നല്ലൊരു ഡ്രൈവർ വേണമെന്ന് പറയുമ്പോൾ എന്തായാലും കാറിൻ്റെ വളയം പിടിക്കാനും നന്നായിട്ട് ഓടിക്കാനും ശ്രമിക്കുള്ളൂ. എൻ്റെ ഡ്രൈവിങ്ങിന് പ്രത്യേകിച്ചും ഒരു യാത്രക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ കാറിലിരിക്കെ, എനിക്ക് കടപ്പുറത്ത് കുറച്ച് നേരം നിൽക്കണം. അയ്യോ വേണ്ട, ഞാൻ ഈ കടലും ഇതൊക്കെ കണ്ടു നിന്നോളാം. മേഡം നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു കൽമണ്ഡപമുണ്ട്. അവിടെ നിന്ന് കാറ്റും മഴയും കോളും ഒന്നും കൊള്ളാതെ അവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാം. അവരാലോചിക്കുകയാണ്, ഇപ്പം നല്ല ചൂടാണ് മനസ്സിനകത്ത്, ഇനി അത് മഴയായി പെയ്തു തോരണം. എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരാം, എനിക്ക് കടൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതെ, മേഡത്തിൻ്റെ പ്രായത്തിൽ എനിക്കും കടൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ കടലിന് തൊട്ടടുത്തായിരുന്നു എൻ്റെ വീട്. അതുകൊണ്ട് കടലിനോട് പ്രത്യേകിച്ചൊരു കമ്പമൊന്നുമില്ല, എന്നാലും ഇഷ്ടമാണ്. ആഴക്കടലിൽ പോയിട്ടുണ്ടോ പ്രകാശൻ? അയ്യോ ഞാനില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. ഞാൻ പോയിട്ടുണ്ട്. സാരില്ല, തന്നെ ഞാൻ കൊണ്ടുപോകാം, എന്നിട്ട് അവിടെ കൊണ്ടുപോയി മുക്കിക്കൊല്ലാം. അപ്പോൾ ശരി, ഉടനെ എത്താം. പതുക്കെ വന്നാൽ മേഡം, ഞാനിവിടെ തന്നെ ഉണ്ട്. അവൾ പ്രകാശനെയും അവിടെ നിർത്തിയിട്ട് നേരെ പോയത് അവിടെ കടലിൻ്റെ സൈഡിലായിട്ട് അമ്മ നിൽക്കുന്നുണ്ട്. അമ്മയുടെ അടുത്തേക്കാണ് പോയത്. സന്തോഷത്തോടെ വിളിക്കുകയാണ്, അമ്മേ, എന്നെ ഓടയിലെറിഞ്ഞ ഒരാൾ അവിടെ കാത്തിരിപ്പുണ്ട്, അമ്മയ്ക്ക് കാണണ്ടേ? സത്യം പറഞ്ഞാൽ പ്രകാശൻ്റെ മോളായിരുന്നു അത്. വേണ്ട, എനിക്കവനെ കാണണ്ട. എൻ്റെ ഡ്രൈവറായി അയാൾ ജോയിൻ ചെയ്തു. പക്ഷെ ഞാൻ അതല്ല ആലോചിച്ചത്. അമ്മ പറഞ്ഞ അമ്മയുടെ ആ പഴയ കാലത്തെക്കുറിച്ചാണ്. ആ ദേശത്ത് വളർന്നതുകൊണ്ട് പെൺകുട്ടികളോട് അവന് തീർത്താ തീരാതെ ദേഷ്യമാണ്. അത് അന്നത്തെ ആ സംഭവം കൊണ്ട് തീർന്നില്ല. അവൻ്റെ രണ്ടാം ഭാര്യ പ്രസവിച്ചപ്പോഴും അവൻ പെൺകുട്ടികളെ വെറുപ്പോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കല്യാണി എന്ന അയാളുടെ മകളെ. അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അതിനെ കൊല്ലാൻ നോക്കിയതാ. അന്ന് മോളെ ഓടയിൽ എറിഞ്ഞതിന് ശേഷം തിരികെ വന്നിരുന്നെങ്കിൽ എൻ്റെ ആങ്ങളമാർ അവനെ കൊത്തിയെരിഞ്ഞ് കൊന്നേനെ. അതറിയാവുന്നത് കൊണ്ടാ അമ്മയുടെ കൈയും പിടിച്ചവൻ പുഴ കടന്ന് പോയത്. അതിനുശേഷം എൻ്റെ ആങ്ങളമാർ തിരഞ്ഞു പിടിച്ച് അവനെ മുന്നിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന് പറഞ്ഞത് ഞാനാ. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, പിന്നെ അവനെ എന്തിനാ? അവൻ എവിടെ പോയാലും നരകിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ അയാളുടെ വീഴ്ച പൂർണ്ണമായിരിക്കുക. എനിക്ക് താഴെ ജനിച്ചത് 2 പെൺമക്കളാണ്. അതിനുശേഷമാണ് ഒരു ആൺകുട്ടിയെ കിട്ടിയത്. അവനാണെങ്കിൽ ക്രിമിനലായി വളർന്നു. ഇപ്പോഴവൻ ജയിലിലുണ്ട്. ജയിലിൽ കിടക്കുന്നവനെ മോള് പുറത്തു കൊണ്ടുവരണം. അതിനുശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ പറയാത്തതും ഞാൻ ചെയ്തിരിക്കും. എനിക്കിപ്പോൾ എൻ്റെ അനുജത്തിമാരെ കണ്ട സന്തോഷമാണ്. അവരുടെയൊക്കെ ജീവിതം നല്ല നിലയിലാണ് അമ്മയെ പോകുന്നത്. അമ്മയെപ്പോലെ തന്നെ ഒരു നല്ല സ്ത്രീയാണ് അയാളുടെ രണ്ടാം ഭാര്യ. പിന്നെ കല്യാണിയുടെ കാര്യം പറയുകയും വേണ്ട, എന്ത് നല്ല സ്വഭാവമാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. എന്നിട്ടും ആ കുട്ടിയുടെ സംസാരശേഷി ഇല്ലാതാക്കിയില്ലേ ആ ദുഷ്ടൻ. അത് അധികകാലം നീണ്ടു നിന്നില്ലല്ലോ അമ്മേ. ഇന്നവൾ കോടീശ്വരിയാ. അവളെപ്പോലൊരു നല്ല ദാമ്പത്യം നയിക്കുന്ന വേറെ പെൺകുട്ടികളുണ്ടാവില്ല. അതുകൊണ്ട് അവളുടെ അമ്മയ്ക്കും ഒരു ജീവിതം ഉണ്ടായി. എന്നാൽ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ അന്യരോട് കൈനീട്ടി നടക്കുന്നത് എൻ്റെ അച്ഛനാണ്. ആ അച്ഛനെന്ന് പറയുന്നവരും അവൻ്റെ അമ്മയുമാണ്. ഇനി കുറച്ച് നാൾ രണ്ടും സുഖിച്ചു ജീവിക്കും. പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന അയാളുടെ മോനും. അതിനുശേഷം അയാളുടെ അമ്മയും അയാളും ഞാൻ ആരാണെന്ന് അറിയാൻ പോകുന്നത്. ഞാനിവിടെ അടുത്തുള്ള റിസോർട്ടിൽ തന്നെ ഉണ്ട്. രാവിലെയും വൈകുന്നേരവും ഉദയവും അസ്തമയവും ഒക്കെ കണ്ടുകൊണ്ട് സമയം തള്ളി നീക്കുന്നു. ഇടയ്ക്ക് മോള് വരണം. മോളുടെ കമ്പനിയുടെ ഉദ്ഘാടനം കഴിയുന്നത് വരെ ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി അമ്മേ, എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അമ്മ വിളിച്ചാൽ മതി. ഞാൻ അപ്പോഴേക്കും ഓടി എത്തിക്കോളാം. സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുകയും ചെയ്യാം. കാത്തു നിൽക്കുക ഒരുത്തൻ കഴുകൻ്റെ മനസ്സോടെ. അയാളെ ഒന്നുകൂടി ഞാനൊന്ന് സന്തോഷിപ്പിക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു? കടലൊക്കെ ആസ്വദിച്ചോ? അയാളുടെ അടുത്ത് അവളെത്തി. അപ്പോൾ നമ്മൾ പോവല്ലേ? കയറിക്കോ.
ഇനി എൻ്റെ കമ്പനിയിലേക്കാണ് പോകേണ്ടത്. ഓ ആ ഏതായാലും ഒരു നല്ല ഡ്രൈവറെ കിട്ടാനായിരുന്നു പ്രയാസം. അതേതായാലും കിട്ടി. എന്നാൽ പിന്നെ നമുക്ക് കമ്പനിയിൽ ചെന്നിട്ട് സാലറിയും മറ്റും ഫിക്സ് ചെയ്യാം. ഓക്കെ. ഓക്കെ മാഡം. അവളുടെ അമ്മ കടൽ നോക്കിയിട്ട് പറയാണ്, ഈ തിരമാലകളെക്കാളും ശാന്തമാണ് എൻ്റെ മനസ്സ്. അതെൻ്റെ മോളുടെ രൂപത്തിൽ നിൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നീ അറിയും പെണ്ണിൻ്റെ ശക്തി എന്താണെന്ന്. അങ്ങനെ പ്രതികാരദാഹത്തോടുകൂടി അവർ അവിടെ നിന്നും ഓരോ കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം നാളെ അടുത്ത ഭാഗമായിട്ട് വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.